So hi friends, welcome back to Chinose Online Learning. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് 9 ജോഗ്രഫിയിലെ ലെസൺ 4 ബൈ ദ ഹാൻഡ്സ് ഓഫ് നേച്ചറിൻ്റെ പാർട്ട് 3 വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ടു ദ ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ ദ റിവർ എന്നതിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത്. അതായത് നമ്മൾ ഗള്ളി എന്താണെന്ന് പഠിച്ചു, വി ഷേപ്ഡ് വാലി എന്താണെന്ന് പഠിച്ചു, റിവർ വഴി ഉണ്ടാകുന്ന രണ്ടെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് മിയൻഡേഴ്സ് എടുക്കാനുണ്ട്, അതേപോലെ വാട്ടർഫോൾ, ഓക്സ്ബോ ലേക്സ്, ഫ്ലഡ് പ്ലെയിൻസ്, ഡെൽറ്റാസ്, ഈ കാര്യങ്ങളാണ് എടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ വീഡിയോ മൊത്തം കാണണം, നോട്ട്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. So look at the given figure 4.8. It is a figure of a waterfall. Waterfalls are generally formed at the upper course of rivers as a result of erosion. ഇറോഷൻ്റെ ഭാഗമായിട്ട് ഒരു റിവറിൻ്റെ അപ്പർ കോഴ്സിലാണ് വാട്ടർഫോൾസ് ഫോം ചെയ്യുന്നത്. Soft rocks are easily eroded in the valleys where soft and hard rocks are found intermingled. അതായത് ഇതിലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള പാറകൾ വേഗം പൊട്ടി പോവും ഇവിടെ വാലിയിൽ വെച്ചിട്ട്. അപ്പോൾ ഈ സോഫ്റ്റ് റോക്കും ഹാർഡ് റോക്കും അവിടെ ഇടകലർന്നിട്ട് ഇത് കൂട്ടിച്ചേർന്നിട്ടാണ് ഇരിക്കുന്നത്. രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരിക്കും. ദിസ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് വാട്ടർഫോൾസ്. ഇങ്ങനെയാണ് എന്തുണ്ടാകുന്നത്, വാട്ടർഫോൾ, അതായത് നമ്മളിന്ന് അവിടെ ഇവിടേക്കും കാണുന്ന വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, നമ്മളെല്ലാവരും വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പോയിട്ടുണ്ടായിരിക്കും. പുറത്ത് കാണാൻ പോയിട്ടില്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ളതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് വാട്ടർഫോൾ ഉണ്ടായത്. The rate of erosion along the riverbed decreases as the river leaves the upper course. അപ്പർ കോഴ്സിൽ നിന്ന് തൊട്ടാണ് റിവർ ഒഴുകി വരുന്നത്. അപ്പോൾ അപ്പർ കോഴ്സിൽ നിന്ന് വന്നിട്ട് അങ്ങനെ മിഡിൽ കോഴ്സ്, അപ്പർ കോഴ്സിൽ നിന്ന് വിട്ടിട്ട് മിഡിൽ കോഴ്സിലേക്കൊക്കെ എത്തുമ്പോൾ എന്താണ്, ഈ ഇറോഷൻ്റെ റേറ്റ് പതുക്കെ കുറഞ്ഞു തുടങ്ങും. റിവർ ബെഡ് ഇറോഷൻ്റെ റേറ്റ് കുറഞ്ഞു തുടങ്ങും. However, lateral erosion dominates. Lateral means സൈഡുകളിലത്തെ ഇറോഷൻ എന്നാലും തുടർന്നുകൊണ്ടേയിരിക്കും. മിഡിൽ കോഴ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. The river following through comparatively gentle slopes take deviation when the sediments or rock forms create obstructions to the flow. അപ്പോൾ ഇങ്ങനെ സൈഡിൽ ഇറോഷൻ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ റിവർ ഒഴുകുന്ന ഈ സ്ലോപ്പുകളിലൊക്കെ എന്താ അവിടെ ഇവിടെയൊക്കെ സെഡിമെൻറ്റ്സ് അല്ലെങ്കിൽ റോക്കിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ വന്ന് വീണ് കിടക്കുമ്പോൾ റിവറിന് നേരെ മര്യാദയ്ക്ക് ഒഴുകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ വളഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകും അല്ലേ. അവിടെ അങ്ങനെ എറോഷനൊക്കെ മൂലം അങ്ങനെ അടിഞ്ഞു കൂടി ഡെപ്പോസിഷനും അതൊക്കെ മൂലം അങ്ങനെ ഓരോന്ന് അതിൻ്റെ റിവറിൻ്റെ വഴികളിൽ അടിഞ്ഞു കൂടുമ്പോൾ റിവർ അങ്ങനെ ഇങ്ങനെയും പോകാൻ തുടങ്ങും. ആ സ്ട്രെയിറ്റ് എന്നുള്ളത് അങ്ങനെ ഇങ്ങനെയും പോകാൻ തുടങ്ങുമ്പോൾ such bending course of a river is shown in the figure 4.9. അപ്പോൾ നിങ്ങൾക്ക് ഫിഗർ 4.9 കാണാൻ സാധിക്കും. അങ്ങനെ അടിഞ്ഞു കൂടുമ്പോൾ റിവർ വേറെ വഴി എടുക്കുകയാണ്. അപ്പോൾ ബെൻഡിങ്, റിവർ ഇങ്ങനെ വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. The sinuous curves formed along the river course are called meanders. ഇങ്ങനെ ഉണ്ടാകുന്ന വളവ് തിരിവുകൾ, കർവുകളെയാണ് നമ്മൾ മിയാൻഡേഴ്സ് എന്ന് പറയുന്നത്. Meanders are usually formed in the middle and lower courses of wide rivers. വലിയ വീതിയുള്ള റിവറുകളുടെ മിഡിൽ ലോവർ കോഴ്സുകൾ വെച്ചിട്ടാണ് ഇതേപോലെ മിയാൻഡേഴ്സ് ഫോം ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഫിഗർ 4.9 നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. Observe the transformation happening to the meanders through further erosion and deposition. Figure 4.10. ഫിഗർ 4.10 നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ഈ മിയാൻഡേഴ്സ് ഓൾറെഡി ഉണ്ടായി. ഇനി മിയാൻഡേഴ്സിൻ്റെ അവിടെ വീണ്ടും എറോഷനും ഡെപ്പോസിഷനും നടക്കുന്നത് വഴി അവിടെ വേറൊരു ലാൻഡ് ഫോം ചെയ്യണം, അല്ലെങ്കിൽ മിയാൻഡേഴ്സ് വേറൊരു ലാൻഡ് ഫോമിലേക്ക് മാറാണ്. Meanders make further curve through continuous erosion and deposition. വീണ്ടും അവിടെ ഇറോഷനും ഡെപ്പോസിഷനും നടക്കുമ്പോൾ ഈ മിയാൻഡേഴ്സ് വീണ്ടും വളയും. അപ്പോൾ അങ്ങനെ വളഞ്ഞ് ഇങ്ങനെ വരും. അപ്പോൾ എന്താണ്, ഫൈനലി ദ റിവർ ടേക്സ് എ സ്ട്രെയിറ്റ് കോഴ്സ്. അപ്പോൾ ഡെപ്പോസിഷൻ ഇറോഷനൊക്കെ ഒരുമിച്ച് നടക്കുന്നത് നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാം. ഇങ്ങനെ ആ വട്ടം ഇങ്ങനെ ഒരുമിച്ച് വന്ന് ചേരാണ്. അവസാനം ഡെപ്പോസിഷൻ വഴി ആ ഭാഗം മൂടുമ്പോൾ ആ ഒരു ഭാഗം ഇങ്ങനെ മാറി നിൽക്കും. സീ പോലെ കണ്ട അതിങ്ങനെ മാറി നിൽക്കും. ആ സീ പോലെയുള്ളതിനാണ് നമ്മൾ പറയുന്നത് ഓക്സ്ബോ ലേക്സ്. അങ്ങനെ റിവർ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് മാറുകയും ആ ഭാഗം സീ പോലുള്ള ഈ ഭാഗം വിട്ടു നിൽക്കുകയും ചെയ്യുന്നു. Due to deposition, the curves may get detached from the main river, form isolated water bodies. അങ്ങനെ മെയിൻ റിവറിൽ നിന്ന് അത് വിട്ടുപോകും. ആ സീ പോലെയാവും, അങ്ങനെ വിട്ടുപോകും. അങ്ങനെ അതൊരു ഐസൊലേറ്റഡ് ആയിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു വാട്ടർ ബോഡി ആയിട്ട് മാറും.
Such water bodies are called oxbow lakes. അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനെ പറയുന്നതാണ് oxbow lakes. By observing figure 4.10 and figure 4.11, you can understand how oxbow lakes take birth from meanders. Now the next topic is floodplains. Are floodplains a boon? ഫ്ലഡ് പ്ലെയിൻസ് ആണ് ഈ റിവർ വഴി ഉണ്ടാകുന്ന മറ്റൊരു ലാൻഡ് ഫോം. ബൂൺ മീൻസ് വരം എന്നർത്ഥത്തിലെ. യു മൈറ്റ് ഹാവ് സീൻ ദ റിവേഴ്സ് ഓവർഫ്ലോയിങ് ദയർ ബാങ്ക്സ് ഡ്യൂറിങ് റെയിനി സീസൺ. അതായത് മഴക്കാലമാകുമ്പോൾ എന്താ പറയുക, നമ്മുടെ റിവറുകൾ ഇങ്ങനെ വല്ലാണ്ട് കവിഞ്ഞൊഴുകുന്നത് കാണാൻ സാധിക്കും. വളരെയധികം ഫ്ലഡ് വരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ വല്ലാണ്ട് ഇങ്ങനെ കവിഞ്ഞൊഴുകും. അപ്പോൾ ഫ്ലഡ് വാട്ടർ മേ കവർ എക്സ്റ്റെൻസീവ് ഏരിയാസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ റിവർ. റിവറിൻ്റെ രണ്ട് സൈഡിലുള്ള ഏരിയകൾ മൊത്തം ഈ ഫ്ലഡ്, ഈ വാട്ടർ കൊണ്ട് കവറാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, നിറഞ്ഞിരിക്കുന്നത്. ദ ഡെപ്പോസിഷൻ ഓഫ് അലൂമിയം അലോങ് ബോത്ത് ദ ഫ്ലഡഡ് ബാങ്ക്സ് മേ കോസ് ദ ഫോർമേഷൻ ഓഫ് പ്ലെയിൻസ്. അപ്പോൾ ഇവിടെ എന്താണ് അലൂവിയം സോയിൽ അല്ലെങ്കിൽ അലൂവിയം ഈ ഫ്ലഡായിട്ടുള്ള ബാങ്കുമേ, അതായത് റിവറിൻ്റെ സൈഡുകളെയാണ് നമ്മൾ റിവർ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലഡ് ബാങ്ക്സിൽ വന്ന് അടിഞ്ഞുകൂടും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്നതാണ് പ്ലെയിനുകൾ. സച്ച് പ്ലെയിൻസ് ആർ കോൾഡ് ഫ്ലഡ് പ്ലെയിൻസ്. അങ്ങനെ ഉണ്ടാകുന്നതാണ് നമ്മൾ ഫ്ലഡ് പ്ലെയിനുകൾ എന്ന് പറയുന്നത്. നമുക്ക് ഫിഗർ 4.12 കണ്ടാൽ അറിയാനായിട്ട് സാധിക്കും. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, അതായത് ഗംഗ, ബ്രഹ്മപുത്ര, ഇൻഡസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കൂടി ഒന്നിച്ചിട്ടുണ്ടായിട്ടുള്ളതാണ് എന്ത് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. അലൂവിയൽ പ്ലെയിൻസ് ഓഫ് നോർത്ത് ഇന്ത്യ എന്ന് നമ്മളതിനെ പറയും. മെനി ഓഫ് ദ ഫേമസ് സിവിലൈസേഷൻ ഹാവ് ടേക്കൺ ബർത്ത് അലോങ് സച്ച് ഫ്ലഡ് പ്ലെയിൻസ്. ഇവിടെ പലതരത്തിലുള്ള സിവിലൈസേഷൻ, അതായത് ഹാരപ്പൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ എന്നൊക്കെ ഉണ്ടാവുന്നത് ഇത്തരത്തിലുള്ള ഫ്ലഡ് പ്ലെയിൻസിലാണ്. ഫ്ലഡ് പ്ലെയിൻസ് ആർ വെരി സിഗ്നിഫിക്കൻറ്റ് ആസ് ദേ ആർ സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. ഫ്ലഡ് പ്ലെയിൻസിന് അഗ്രികൾച്ചർ അവിടെ നമുക്ക് നടത്താനായിട്ട് സൗകര്യം കൂടുതലായിട്ടുണ്ട്. ഈ രണ്ട് ബോക്സുകൾ ഫർദർ റീഡിങ്ങിനായിട്ടുള്ളതാണ്. അലൂവിയൽ പ്ലെയിൻസ് ഓഫ് നോർത്ത് ഇന്ത്യ അഗ്രികൾച്ചറിന് പറ്റിയ ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ അലൂവിയൽ പ്ലെയിനാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ഇതിൽ 3 റിവറുകളാണ് പെടുന്നത്, അതായത് ഗംഗ, ബ്രഹ്മപുത്ര, അതേപോലെ ഇൻഡസ്. ഓക്കെ, 3 ഡിവിഷനുകളാണ്. ഇവിടെ നമ്മൾ പലതരത്തിലുള്ള ക്രോപ്സ്, അതായത് പൾസസ്, ഷുഗർ, വീറ്റ്, മെയ്സ് ഇതൊക്കെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവിടെ ഇന്ത്യയുടെ പോപ്പുലേഷനിൽ തന്നെ പകുതി ഭാഗത്തോളം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, താമസിക്കുന്നുണ്ട്. ഇത് റിവറാണ്, അപ്പോൾ ഇവർക്ക് കൃഷിക്ക് ഉപയോഗിക്കാം, വെള്ളമുണ്ട്, പല കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇവർ ഇവിടെ കൂടുതലായിട്ട് താമസിക്കുന്നുണ്ട്. ഇത് ഡെപ്പോസിഷൻ പ്ലെയിൻസ് ആണ്. ഈ 3 റിവറുകൾ നമ്മൾ നോർത്ത് ഇന്ത്യൻ റിവറുകൾ എന്നാണ് ഒരുമിച്ച് പറയുന്നത്. അടുത്തത് ട്രൈബ്യൂട്ടറീസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടറീസ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഓൾറെഡി ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇൻഡസിൻ്റെ ട്രൈബ്യൂട്ടറീസ്, അതിങ്ങനെ ഒരു വലിയ റിവർ ഇങ്ങനെ പിരിഞ്ഞുണ്ടാകുന്നതും അത് അവസാനം ഒന്നിക്കുന്നതും പിന്നെ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ വെറുതെ ഒന്ന് വായിക്കുക. സോ നെക്സ്റ്റ് ആണ് ഡെൽറ്റ. അടുത്ത ലാൻഡ് ഫോം ആണ്. യു ഹാവ് ലേൺ ദാറ്റ് ദ വെലോസിറ്റി ഓഫ് ദ റിവർ ഡിക്രീസസ് വെൻ ഇറ്റ് നിയേഴ്സ് ദ റിവർ മൗത്ത്. റിവറിൻ്റെ മൗത്ത്, അതായത് റിവറിൻ്റെ ലാസ്റ്റ് ഭാഗത്തെത്തുമ്പോൾ വാട്ടർ അല്ലെങ്കിൽ റിവറിൻ്റെ വെലോസിറ്റി കുറയാനായിട്ട് തുടങ്ങും. മോസ്റ്റ് റിവേഴ്സ് ബ്രാഞ്ച് ഔട്ട് ടു ഡിസ്ട്രിബ്യൂട്ടറീസ് അറ്റ് ദി സ്റ്റേജ് വേർ ദ വോളിയം ഓഫ് ബോത്ത് വാട്ടർ ആൻഡ് സെഡിമെൻറ്റ്സ് ഇസ് ഹൈ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ റിവർ ഡിസ്ട്രിബ്യൂട്ടറീസ് ആവാനായിട്ട് തുടങ്ങും. ഇവിടെ എത്തുമ്പോൾ വാട്ടറിൻ്റെ വോളിയം, സെഡിമെൻറ്റ്സും വളരെയധികം കൂടുതലായിരിക്കും. ഇവിടെ എത്തിയിട്ടാണ് റിവർ ഡിസ്ട്രിബ്യൂട്ടീവ്സ് ആവാനായിട്ട് തുടങ്ങുന്നത്. The sediments brought by the rivers are deposited between the distributaries, forming almost triangular shaped ലാൻഡ് ഫോംസ് കോൾഡ് ഡെൽറ്റാസ്. അതായത് ഇവിടെ എത്തുമ്പോൾ ഈ സെഡിമെൻറ്റ്സ് ഒക്കെ, റിവർ കൊണ്ടുവന്ന സെഡിമെൻറ്റ്സ് ഒക്കെ ഈ ഡിസ്ട്രിബ്യൂട്ടറീസിൻ്റെ നടുക്കിലാണ് ഇത് കൊണ്ടിടുന്നത്. അപ്പം ഇങ്ങനെ കൊണ്ടിടുമ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിട്ടുള്ളൊരു ലാൻഡ് ഫോം ചെയ്യാണ്. ഇതിനെ നമ്മൾ ഡെൽറ്റകൾ എന്നാണ് പറയുക. ദീസ് ഫീച്ചേഴ്സ് ആർ കോൾഡ് ഡെൽറ്റാസ് ആസ് ദേ റിസംബിൾ ദ ഗ്രീക്ക് ആൽഫബറ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ഡെൽറ്റ. ഇവരെ നമ്മൾ ഡെൽറ്റ എന്ന് പറയാൻ വേറെ കാരണം എന്ന് വെച്ചാൽ ഗ്രീക്ക് ആൽഫബറ്റ്, അതായത് ട്രയാങ്കിൾ, അതായത് ഡെൽറ്റയുടെ രൂപത്തിലാണിത് ഒന്ന് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഡെൽറ്റകൾ എന്ന് വിളിക്കുന്നത്. ദ ലാർജസ്റ്റ് ഡെൽറ്റ ഇൻ ദ വേൾഡ് ഈസ് ദ സുന്ദർബാൻസ് ഇൻ വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിലത്തെ സുന്ദർബാൻസ് അല്ലെങ്കിൽ സുന്ദരീസ് ആണ് വലിയ ഡെൽറ്റ. ഈ ഡെൽറ്റ റിവർ ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും ഡെപ്പോസിഷൻ വഴിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ മാംഗ്രൂവ് വെജിറ്റേഷൻ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, It is the major biodiversity hotspot in India.
So complete the table based on what you have learned about the landforms created by a river. നമ്മളിപ്പോൾ പഠിച്ചു ലാൻഡ് നമ്മൾ ഇത്ര നേരം പഠിച്ച ലാൻഡ് എഴുതുക, അതെങ്ങനെ ഉണ്ടായി, അത് എവിടെ വെച്ചിട്ടാണ് ഉണ്ടായത്, അപ്പർ കോഴ്സ് ആണെങ്കിൽ അത്, മിഡിൽ കോഴ്സ് ആണെങ്കിൽ അത്, ഇറോഷണൽ ആണോ ഡെപ്പോസിഷണൽ ആണോ എന്ന് പറഞ്ഞാൽ എഴുതുക. ഓക്കെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. What you have seen till now is the erosional and depositional landforms created by running water on the surface of the earth. എർത്തിൻ്റെ സർഫേസിൽ റണ്ണിങ് വാട്ടർ, അതായത് ഇറോഷണലും ഡെപ്പോസിഷണലും പ്രോസസ്സ് വഴി റിവർ കാരണം ഉണ്ടായ കുറച്ച് ലാൻഡ്ഫോംസ് ആണ് നമ്മൾ പഠിച്ചത്. യു നോ ദാറ്റ് എ പോർഷൻ ഓഫ് ദ സർഫേസ് റൺ ഓഫ് ഗെറ്റ്സ് പെർക്കുലേറ്റഡ് ഡൗൺ ദ സോയിൽ ടു ഫോം അണ്ടർഗ്രൗണ്ട് വാട്ടർ. പക്ഷേ എല്ലാ ലാൻഡ്ഫോമും റിവർ വഴിയാണ് ഉണ്ടാവുക? അല്ല, അണ്ടർഗ്രൗണ്ട് വാട്ടർ വഴി, അതായത് നമ്മൾ ഇവിടെ പെയ്യുന്ന വെള്ളം, അതായത് മഴ മണ്ണിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. അതിനെ നമ്മൾ അണ്ടർഗ്രൗണ്ട് വാട്ടർ എന്നാണ് പറയുക. അപ്പോൾ അണ്ടർഗ്രൗണ്ട് വാട്ടർ വഴി ഉണ്ടാകുന്ന ലാൻഡ്ഫോംസ് ആണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വൈ ഈസ് വാട്ടർ കോൾഡ് ആസ് യൂണിവേഴ്സൽ സോൾവെൻറ്റ്? എന്തുകൊണ്ടാണ് വാട്ടറിനെ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്ന് പറയുന്നത്? അതായത് വാട്ടർ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളെയും തന്നിൽ അലിയിച്ച് ചേർക്കുന്നത് കൊണ്ടാണ് നമ്മൾ വാട്ടറിനെ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ മിനറൽസ് പ്രസൻറ്റ് ഇൻ ദ റോക്സ് ഗെറ്റ് ഡിസോൾവ്ഡ് ആസ് വാട്ടർ പാസ് ത്രൂ ദം. ദിസ് പ്രോസസ് ഈസ് കോൾഡ് സൊല്യൂഷൻ. സോ വാട്ട് യു മീൻ ബൈ സൊല്യൂഷൻ? അതായത് റോക്സിലുള്ള ഒട്ടുമിക്ക എല്ലാ മിനറൽസും വെള്ളം അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ മിനറൽസ് ഈ വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നു. അതുകൊണ്ട് അതിനെ നമ്മൾ സൊല്യൂഷൻ എന്നാണ് പറയുക. ഇറോഷൻ ബൈ അണ്ടർഗ്രൗണ്ട് വാട്ടർ ആൻഡ് ദ സബ്സിക്വൻറ്റ് ഫോർമേഷൻ ഓഫ് ലാൻഡ്ഫോംസ് ആർ ദ റിസൾട്ട് ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് ഈ അണ്ടർഗ്രൗണ്ട് വാട്ടർ വഴിയുള്ള ഇറോഷനും അതേപോലെ തന്നെ അതിൻ്റെ അണ്ടർഗ്രൗണ്ട് വാട്ടർ വഴി ഉണ്ടാകുന്ന ലാൻഡ്ഫോംസും ഉണ്ടാകുന്നത്. ലെറ്റ് us see how this take place. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ലാൻഡ്ഫോംസ് ക്രിയേറ്റഡ് ബൈ അണ്ടർഗ്രൗണ്ട് വാട്ടർ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മൊത്തം വാച്ച് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.